ഇവിടെ ഉണ്ടായിരുന്ന ചേച്ചി ഇത്ര പൊങ്ങൂല. സീറോ റിയാക്ഷൻ പറയണ കേട്ടല്ലോ മാളു. എനിക്ക് മരിച്ചാലും വേണ്ടില്ല, എൻ്റെ 2 കൊച്ചുമക്കളും എനിക്ക് 2 സൈഡിൽ നിന്നും ഭക്ഷണം വാരി തന്നില്ലേ. സജിതേച്ചി. യെസ്. ചെമ്മീൻ കിട്ടിയാ? കിട്ടി കിട്ടി, നിറച്ചും കിട്ടി. ചാടാൻ പറ്റുമോ നോക്കിയതാ. ആ കൊള്ളാം. ഓക്കെ. എന്താ ചേച്ചി പറയണേ? അല്ല, ഞാൻ കുറച്ച് വലുതാ ഉദ്ദേശിച്ചത്. അതവിടെ കിട്ടിയില്ല. എന്താ മറ്റേ കോർത്ത് വല്ലതും ചെയ്യാനാണോ? കോർത്ത് ചെയ്യാനല്ല, എന്നാലും വലുതായിരുന്നെങ്കിൽ കുറച്ച് നന്നായേനെ, ഭംഗിയും വന്നേനെ, ആ റെസിപ്പി കാണാൻ ഒരു മെന വന്നേനെ. മനസ്സിലായി. നീ ഒരു കാര്യം ചെയ്യോ, കത്രിക. ഓ, അത് ഞാൻ എടുത്തിട്ട് വേണം. അതിനെടുത്തിട്ട് വേണം, കത്രിക എടുത്തിട്ട് വേണം. പക്ഷെ എന്നെക്കൊണ്ട് പണിയെടുപ്പിക്കില്ല. ഞാൻ ആലോചിക്കണേ, ഇത്രയും ചെമ്മീൻ കൊണ്ടുവന്ന സ്ഥിതിക്ക് നിന്നെയും കൊണ്ട് കിള്ളിച്ചാലോ എന്ന് ആലോചന ഇല്ലായികയില്ല. ഞാൻ പറഞ്ഞൊന്നും നീ കേട്ടില്ലേ മാളു? കേട്ടെന്ന് പറഞ്ഞാൽ ചേച്ചിനെ കൊണ്ട് ചെയ്യിപ്പിക്കൂലേ? സോ ഞാൻ കേട്ടില്ല. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് വേണ്ട, എനിക്ക് കേൾക്കണമെന്ന് താല്പര്യമില്ല. ഇത്രയും ചെമ്മീൻ ഉള്ളതുകൊണ്ട് എല്ലാം ഒരേപോലെ ക്ലീൻ ചെയ്യണമല്ലോ. അപ്പോൾ ഒരാളെ ക്ലീൻ ചെയ്താലേ അതേ ഒരേപോലെ ആവത്തുള്ളൂ. മനസ്സിലായാ? ഇല്ലല്ലോ. മനസ്സിലായി. നീ ഒരു കാര്യം ചെയ്യും, ഇതവിടെ ഇരുന്ന് ഈ സാധനമൊക്കെ ഉണ്ട്, ഞാൻ ക്ലീൻ ചെയ്തിട്ട് ഇത് തരാം. അപ്പോഴേക്ക് നീ ഇതിൻ്റെ ഉള്ളിൽ ഞരമ്പ് എടുത്തു തന്നാൽ മതി. ഓക്കെ? ഇപ്പൊ ചെയ്യണോ? ഇപ്പൊ ചെയ്യണ്ട. അപ്പൊ നീ വെളുത്തുള്ളിയാണ് ആദ്യം വേണ്ടത്. പോയിട്ട് തരട്ടെ? ഓക്കെ. ഇതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടാകുന്ന മാളു ഞാൻ ആലോചിക്കണത്. എത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞു പോണ്ടാന്ന്. എന്നെ പൊന്ന അമ്മായി നോക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ പോകരുത്. മനസ്സിലായോ? അവരൊക്കെ വലിയ വലിയ ജോലിക്കാരല്ലേ, അവർക്ക് നോക്കാൻ സമയം ഉണ്ടാവില്ല, ശ്രദ്ധിക്കാൻ സമയം ഉണ്ടാവില്ല. ഇവിടെ ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ ഇരിക്കണേണ്, വെറുതെ ഇരിക്കണ്. ഞങ്ങൾക്ക് അമ്മായിനെ നന്നായിട്ട് നോക്കാനും പറ്റുന്നുണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. പോട്ടെ ചേച്ചി. അശോ. അല്ല മക്കളെ, എല്ലാരും ഇങ്ങനെ പറയില്ലേ, ഇടയ്ക്കൊക്കെ മക്കളെ അടുത്ത് പോയി നിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയണോണ്ടല്ലേ ഞാൻ പോയത്. മക്കളടുത്ത് പോയി നിന്നേണ്ട അനുഭവം കിട്ടിയാ? ചേച്ചി വീട് ഇപ്പം വെക്കേഷൻ അല്ലേ, അമ്മായിക്ക് ഇപ്പൊ മക്കളെ കാണണം, കൊച്ചുമക്കളെ കാണണം എന്നൊക്കെ തോന്നുമല്ലോ. അപ്പൊ ഇങ്ങനെ പറ്റുമെന്ന് വിചാരിച്ചില്ലല്ലോ. പിള്ളേരുടെ കൂടെ കളിക്കുമ്പോ വീണ് കൈ ഒടിഞ്ഞു, സമ്മതിച്ചു. പക്ഷെ നോക്കേണ്ട ഒരു കടമയുണ്ടോ? പോട്ട് അത് നോക്കൂലെന്ന് എനിക്കിപ്പൊ മനസ്സിലായല്ലോ. ഇപ്പൊ ഈ കൈ വെച്ച് തന്നെ ഞാൻ കുളിക്കുക, ബാത്റൂമിൽ പോണം, ഇതൊക്കെ ഞാൻ തനിയെ ചെയ്ത്. അപ്പൊ ഞാൻ ഇവിടെ നിന്നെങ്കിൽ എന്നെ നിങ്ങൾ നോക്കുമായിരുന്നല്ലോ. നോക്കുമായിരുന്നു, അതാണ് എനിക്ക് ദേഷ്യം. അതെനിക്കിപ്പൊ വിഷമമുള്ളത്. പോട്ട് നമുക്ക് തേയില ഇതിൽ കുറിച്ച് കഴിക്കാൻ പോട്ട് നമ്മൾ നോക്കാം. വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അമ്മായി. അമ്മയുടെ അവസ്ഥ കണ്ടിട്ട് പറഞ്ഞതാ. നോക്ക്, എന്റെ അവസ്ഥ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, വർഷകാലം കൊണ്ട് ഞാൻ അനുഭവിക്കണ. ഇതൊക്കെ കൊണ്ടല്ലേടോ ഇവിടെ നിക്ക് പറഞ്ഞോണ്ടിരിക്കണത്. മര്യാദക്കുള്ള നല്ല ഭക്ഷണം ഞങ്ങൾ തരുന്നില്ലേ, ഞങ്ങൾ നന്നായി നോക്കുന്നില്ലേ, പിന്നെ എന്തിനാ പോണേ? ഇതൊക്കെ അറിയണോണ്ടാണ് ഇവിടെ നിക്കമ്മായി ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കണത്. പിന്നെ ഒരിക്കലും ഞാൻ പോവില്ല. അമ്മായി ഇനി ഞങ്ങക്ക് സ്വന്തമല്ലേ? അതെ പോട്ടെ നമ്മൾ നോക്കാം, നമ്മൾ കുഞ്ഞു നോക്കിക്കോളാം. കഥയണ്ട, ഇനി എന്തിനു കഥയണേ? ഈ കൈ വെച്ച് തന്നെ കുളിച്ച് തന്നെ തല തോർത്തിന്ന് മാളു.
തന്നെ സാരി കൊടുത്ത് പറഞ്ഞില്ലല്ലോ ഇപ്പൊ അങ്ങോട്ട് പോകുമ്പോ അമ്മായിക്ക് കൊച്ചുമക്കളെ കാണണം എന്നുള്ള ഇതിൽ പോയല്ലേ, വിട്ടേക്ക്, കുഴപ്പമില്ല, സാരി നമ്മൾ നോക്കിക്കോളാം, ഇനി പോട്ടെ പോട്ടെ. ഓ എനിക്ക് വിഷമിച്ചിരിക്കാനാണ് ഞങ്ങൾക്ക് അങ്ങനെ പിന്നെ ചായ കുടി വാ. വാ നമുക്ക് നെൽക്കൃഷിക്കാം. ഇഷ്ടമുള്ള സാധനമല്ലേ? ആ ചേച്ചി കട്ടൻ എടുത്ത് കൊടുക്കും. എങ്ങനെ പിടിപ്പിക്കും? ഞാൻ കൊടുക്കാം. ചൂട് 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 നമ്മളെ കൂടെ കരയിപ്പിക്കുമല്ലോ. ഇതാ ചൂടാണേ മാളു. വലിയ ചൂടില്ല. കേക്കട്ടെ. അശോ ഇനി എന്ത് കഥയാണേ? നമ്മളുണ്ടല്ലോ, ഇനി എന്തിനാ പറ്റി പോവാൻ പറ. ഞാൻ എത്ര പോകുന്നതിന് മുന്നേ എത്ര പറഞ്ഞെന്നറിയോ? അമ്മായി ഞങ്ങൾ ഒറ്റയ്ക്കായി പോണ്ട എത്ര പ്രാവശ്യം പറഞ്ഞെന്നറിയോ? എന്തായാലും അമ്മായിക്ക് ഞങ്ങൾ നല്ല മക്കളല്ലേ, അപ്പൊ ഇനി ഇവിടെ സ്ഥിരം നിന്നാ മതി കേട്ടാ. ഇനി എങ്ങോട്ടും പോട്ടാ. ഇനി അമ്മായിക്ക് മാത്രമേ കൊടുക്കുള്ളൂ, എനിക്ക് തരൂലേ? അയ്യോ എടുത്തോ. ഇനി കരയരുത്. നമ്മളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. എന്ത് വിഷമമുണ്ടെങ്കിലും നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുക. ഇവിടെ ഉണ്ടായിരുന്നോ ചേച്ചി? കഴിഞ്ഞ ആരും ഇല്ലല്ലോ ഇവിടെ. എന്തുവാ കിരണേ, വന്ന് കയറിയപ്പോ തന്നെ വില കളഞ്ഞല്ലാടാ നീ. ഇങ്ങനെ ചോട്ടണ ഇത്രയൊക്കെ പറ്റുള്ളൂ ചേച്ചി. പക്ഷെ നാടൻ കെട്ടല്ലോ നീ. പോട്ട് അത് കുഴപ്പമില്ല. ഇത്തിരി ചവിട്ടാൻ കറങ്ങൂടാ. ഇത് കാല് പൊങ്ങൂല. എത്ര ചേച്ചി പഠിപ്പിച്ച് ഇത്തിരി മാത്രം. ഇത്ര പൊങ്ങൂല. ഇപ്പൊ പൊങ്ങിയില്ലേ? ഞാൻ പഠിപ്പിച്ച ഞാൻ. ബാ നിനക്ക്. അയ്യോ എന്റെ വെളുത്തുള്ളി. ബാ. എന്ത് വെളുത്തുള്ളിയൊക്കെ തിന്നണ്ടേ? ആ തിന്നണം. അപ്പൊ വെളുത്തുള്ളി വേണം. ഓക്കെ. ഹായ് അമ്മു. ബട്ടർ. ഓ സോഫ്റ്റ് ബട്ടർ ഇടല്ലേ? ഞാൻ എടുക്കാട്ടോ. ഇത്തിരി കൂടാ. അത്ര വേണ്ട, ഇത്തിരി മതി. ഇത്തിരി ഇട്ടേ ഇട്ടോ. വേണോ? നീ ഇട്ടോ. താങ്ക്സ്. വെൽക്കം. കഴിച്ചോ? വേണോ? ഞാൻ കഴിക്കൂല. കഴിക്കൂല. ബട്ടറിന് ഉപ്പില്ല. അമ്മൂടെ ഹൈറ്റ് നോക്കട്ടെ. എവിടെ? അയ്യേ എന്നെ കണ്ടോ? എവിടെ? രണ്ടുപേരും ഒരേ ഇത്. സേ ഇൻ ഇംഗ്ലീഷ്. അമ്മു 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 അമ്മുക്കുറ്റി അല്ലേ? അമ്മുക്കുറ്റി. ഉപ്പില്ലല്ലോ, ഉറപ്പാണല്ലോ. ബട്ടറിൽ ഉപ്പില്ല. ചേച്ചി ബട്ടർ കഴിക്കില്ല. ബട്ടർ കഴിക്കൂല. ചോദിച്ചോക്ക് ചേച്ചി, ഞാൻ ബട്ടർ കഴിക്കോ? ഇല്ല. നീ നാരങ്ങ കഴിക്കോ? നാരങ്ങ. പിന്നെ മാളൂന്റെ നാരങ്ങ തീറ്റ. അമ്മോ അമ്മമ്മോ. എന്നിട്ട് റിയാക്ഷൻ ഇടൂല അതിന്റെ കൂടെ? അനങ്ങൂല. അനങ്ങൂല. നോക്ക്, ഞാൻ ചലഞ്ച് തരാം നിനക്ക്. 0 റിയാക്ഷൻ. അത്രക്ക് പോയാ എന്നെ കൊണ്ട് പറ്റുമല്ലോ. ഉപ്പും കൂടി തരുമോ? ഉപ്പായി. എന്തിനാ ഇത്ര പാടാക്കണ? ഞാൻ ചെയ്യട്ടെ. കഴിക്കൂ. നോ റിയാക്ഷൻ. 0 റിയാക്ഷൻ. 0 റിയാക്ഷൻ പറയണ കേട്ടല്ലോ മാളു. അത് നാരങ്ങയുടെ റിയാക്ഷൻ ആണാ? കണ്ണീന്ന് പുകയുടെ മാളു, പുകയുടെ. നീ നോക്കിയേ, നിനക്ക് റിയാക്ഷൻ വരുന്നുണ്ടോ? റിയാക്ഷൻ നോക്കട്ടെ. റിയാക്ഷൻ ഇല്ല. രണ്ട് പിള്ളേർ പോയി കരഞ്ഞിട്ട് വാ. ഇത്രയും നാളും ഞാൻ മാളുവിനെ അങ്ങനെ കണ്ടിട്ടില്ല. മാളു റിയാക്ഷൻ ഇട്ട് കണ്ടിട്ടില്ല. നീ ചെയ്തേ നോക്കട്ടെ. ചെയ്തല്ല കഴിച്ച. ഉപ്പിട്ടില്ല. ഉപ്പിട്ടയില് പോലെ കാണട്ടെ. റിയാക്ഷൻ വരല്ലേ?
ഇതേമേ റിയാക്ഷൻ പറഞ്ഞേ. എനിക്ക് പറയുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല മാളൂന് നാരങ്ങ നിന്നിട്ട് അങ്ങനെ ഒരു മാതിരിത്തെ പുളിപ്പ് വന്നു തോന്നു. ഓ, രണ്ടെണ്ണത്തിനെ സമ്മതിച്ചു ഞാൻ. അമ്മ പറഞ്ഞ കഴിക്ക്. എനിക്ക് നിങ്ങൾ കഴിക്കണ കാണുമ്പോ തന്നെ എനിക്ക് രക്ഷയില്ല. നിനക്കിത് കളയണമെന്നുള്ളോ? കളങ്കമാട്ടെ. കളഞ്ഞിട്ട് വാ. വരുന്ന വഴിക്ക് എനിക്ക് ആ ചെമ്മീനും കൂടെ എടുത്തു. അവിടെ അല്ല ചെമ്മീൻ ഇരിക്കണത്. കിരൺ കം. കമ്മിങ്. സജിതേച്ചി മാറ് 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 മാറ്. വെയിറ്റാ കിരൺ ഇപ്പുറത്തുണ്ടോ പോകാം. ചെമ്മീനാ? ചേച്ചി അതായത് ഇവ വന്നിട്ട് പറഞ്ഞു മാളു ചേച്ചി ഞാൻ ചേച്ചി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നിൽക്കുന്നത്, സോ എനിക്കത് യൂട്ടിലൈസ് ചെയ്യണമല്ലോ. അപ്പൊ ഇവ ഞാൻ ഒറ്റയ്ക്ക് പോക്കാൻ സമ്മതിച്ചില്ല. അപ്പൊ ചേച്ചി വല്ലാത്ത കളി. പല രീതിയിലുള്ള കളികൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് വല്ലാത്ത രീതിയിലുള്ള കളി. പോകാ എന്റെ കണ്ണടിച്ചു പോണു. നീ വന്നോണ്ടാ കുറച്ച് പുകയൊക്കെ കൊള്ളു. ഈ വെളുത്തുള്ളി ഒന്ന് കഴിച്ചു നോക്കാൻ പറ്റുമോ, ഉപ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ. അവനോട് എനിക്ക് കുഴപ്പമില്ല. എന്നിട്ട് ബാക്കി ഇതിട്ട് പൊള്ളു. എന്റെ കണ്ണ്. കഴിച്ചു നോക്കും മാളു. ചെമ്മീൻ എനിക്ക് എപ്പോഴും ബട്ടറും ഗാർലിക്കും ഭയങ്കര ഇഷ്ടമാണ്. സൂപ്പർ സൂപ്പറാ, അടിപൊളി. അത്രയും മതി. എനിക്കത് കേട്ടാ മതി. അത് കേട്ടില്ലെങ്കിലാണ് എനിക്ക് സങ്കടം വന്നത്. ചേച്ചി ഇവിടെ ഉപ്പൊക്കെയല്ലേ? ഇനി ചെമ്മീന് ഉള്ള ഉപ്പ് ഇടണ്ടേ? നോക്ക് ചേച്ചി നൈസ്. ചേച്ചി ഇപ്പുറത്ത് നിൽക്കുവോ? എടാ ഞാൻ ഇങ്ങനെ നിന്നാലും നിനക്ക് കാര്യമില്ല. എവിടെ കാരണം ഇത്ര ഹൈറ്റ് ഉണ്ട്, മനസ്സിലായില്ലേ? ഓ ഇപ്പൊ ഞാൻ ഹൈറ്റ് കുറയ്ക്കണോ? നിന്റെ തള്ള വരെ ഹൈറ്റ് എനിക്ക് തരൂ. തരില്ല. കഷ്ടമുണ്ടെങ്കിലും. കിരൺ അറിയോ? പാവം കിരണ് ചെമ്മീനാണ് ഇഷ്ടം എന്ന് അറിഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞു മാളു ചെമ്മീൻ കിട്ടുവാണെങ്കിൽ കൊണ്ടുവരണേന്ന് പറഞ്ഞു. ഞാൻ വലിയ ചെമ്മീനാ ഉദ്ദേശിച്ചത്. പക്ഷെ എന്നാലും അവള് ചെമ്മീൻ തന്നെ ഒപ്പിച്ചോണ്ട് വന്നു. പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല. കാണുന്നുണ്ടോ നീ? അല്ലെങ്കിലും അറിയാം ചേച്ചിയുടെ കണ്ണും പൊള്ളിയമ്മു. പൊള്ളിയതല്ലടാ. അല്ല എന്താ പൊള്ളിയതല്ല, ഇത് പുക വരുമ്പോ ചൂട്. അമ്മൂടെ കണ്ണൊന്നും പൊള്ളുന്നില്ല അമ്മു? ശീലമായി മോനെ, ശീലമായി. ഇതൊക്കെ എനിക്ക് ഞാൻ എന്താ മാളു തീ കുരുത്തത് അല്ലെ? ഞാൻ തീ കുരുത്തവളാടാ. വെയിലത്ത് വാടൂല അല്ലെ? പക്ഷെ വെയിലടിച്ച വിയർക്കും. നമുക്ക് വേഗം ഒരു സ്നാക്സ് അടിച്ചിട്ട് വന്നാലാ? വേഗം വാ. അമ്മായിനെ വിളിച്ചോ, വേഗം വാ. ചെല്. കൊള്ളാം അല്ലേ? നല്ല രസമുണ്ട് കാണാൻ. ആ ബോട്ടിൽ കൊള്ളാം, സൂക്ഷിച്ചു വെച്ച. മാളൂന് വെള്ളം കൊണ്ടുപോവാ. ഇതില്ല ഞാൻ യോജിക്കുന്നു. അയ്യോ ഇതെങ്ങനെ തുറക്കണേ? മാളിച്ചേച്ചിയുടെ മർമ്മമൊക്കെ പ്രയോഗിക്കൂ. ബോട്ടില്ല. നീ എന്നെ നാണം കെടുത്തുവല്ലോടാ. ഇതെങ്ങനെ? ഞാനത് തുറന്ന് കഴുകി വെച്ചതാ. പിന്നെ എടുത്ത പോലെ തന്നെ തിരിച്ചു വെച്ചത് കൊണ്ട് തുറക്കാനറിയില്ല. എനിക്കറിയാം, ഞാൻ പറഞ്ഞില്ല ഞാൻ കഴുകി വെച്ച സാധനമാണ്. ഇവന് തുറന്നിട്ടിനി ണ്ടല്ലോ എന്ന് ഓർത്തിട്ട് വേനിക്കുന്നുണ്ടാ തൊടുമ്പോ? അല്ല ഇവിടെ അതിനില്ല. മാളിച്ചേച്ചി നമ്മുടെ രണ്ട് കൈ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ശരിയാവൂലേ? എന്തുവാ മാളിച്ചേച്ചി അല്ല, ഇത് ഇവിടെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വലിച്ചാ ശരിയാവൂലേ? ശരിയാവും. എന്റെ കൈപ്പത്തി എടുക്കാൻ മിക്കവാറും കൈ ഊരി എടുക്കും അവൻ. കൈ അവന്റെ കൈ കാണും പോണതിന് മുമ്പ്. അമ്മായി അവനെ സൂക്ഷിക്കണേ. സൂക്ഷിച്ചാ അമ്മായിക്ക് ദുഃഖിക്കണ്ട. സജിതേച്ചി കൈയ്യിൽ തൊട്ട് കിട്ടി. ഇവിടെ തൊട്ട് വേദന എടുക്കുന്നുണ്ടോ? ഇവിടെ ഇല്ല, ഇവിടെയാണ്. ഇവിടെ ഇതിനിപ്പറം അങ്ങോട്ട് ഇവിടെയാണ് ഇങ്ങനെ പൊട്ടല്. മാളിച്ചേച്ചി പേന ഉണ്ടോ? ഇതിനാടോ
ഇത് ഇവിടെ വരയ്ക്കാൻ വരച്ചു തട്ടാന്ന് പടം അതില്. ഇവിടെ പേനയുടെ പേനയൊന്നും സമ്മതിച്ച് വരക്കട്ടോ? വരച്ചിടാനാ അമ്മായി, നശിപ്പിക്കും അത്. എത്ര നാളിന് വെക്കേണ്ടതാണ്. എങ്ങനെയുണ്ട് ന്യൂസിലാൻഡ്? നല്ല ആപ്പിള്. നല്ല ആപ്പിളാ? നല്ല മധുരം. എനിക്ക് നല്ല ചുമപ്പ് ഭാഗം. നിന്റെ വിരല് സൂക്ഷിച്ചോ. ഞാൻ കടിക്കൂന്ന്. നിന്റെ കൈ കടിക്കുന്നു. അല്ല ഞാൻ കടിക്കുമ്പോ എനിക്ക് കണ്ടുകൂടല്ല വിരല. അതെ, നല്ല ആപ്പിളം. അമ്മൂടി എവിടെ കിട്ടി? എല്ലാം സേമാ. അപ്പൊ ഉദ്ദേശിച്ചത് ചേച്ചിയുടെ കഴിക്കണല്ല. ഈ ന്യൂസിലാൻഡ് ആപ്പിൾ എവിടെ നിന്ന് കിട്ടി? കടേന്ന്. ഇല്ലല്ലോ, നമ്മൾ ന്യൂസിലാൻഡിലേ ഇടയ്ക്ക് പോയിട്ട് വന്നായിരുന്നു. പോയിട്ട് ജസ്റ്റ് ഞാൻ വെച്ചത്. ഞാൻ പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കറങ്ങാൻ പോകും. അതെ, മാള് ഇവിടുത്തെ വീട്ടുപണിയൊക്കെ ചെയ്യും. ഞാൻ ഇന്ന് അമ്മേനെ തീറ്റിച്ചു കൊല്ലും. ഉള്ളു കൊടുത്തോ? കഴിയോട്ടോ. സരൂസ്. യെസ്. അമ്മ കുച്ചൈ. How are you? എന്നിട്ട് അമ്മായിനെ കിടത്തിയ മാളു? കിടത്തി കിടക്കാൻ വയ്യ, മടി. ഓടി കളിച്ച് നടന്നിരുന്ന ആളല്ലേ. കിടക്കള്ള അല്ലേ ചച്ചൂസേ. ഇങ്ങോട്ട് വരൂ. ഇവിടെ പോക്കിയില്ല. താങ്ക് യുടാ. ദേ ഉപ്പൊക്കെ ഒന്ന് നോക്കിയേ. അതും ചൂട് ഇതും ചൂട്. പ്രോൺസ്. മാളു നോക്ക്, ഉപ്പ് നോക്ക്. ചേച്ചിക്ക് വലുത് വേണോ ചെറുത് വേണോ? ചൂടായിക്കൂടെ എല്ലാം. നീ എടുത്തോ, നീ ചൂട് മാറിയിട്ടില്ല. അതെടുത്തോ, അത് ചൂടില്ലായിരിക്കും. ഇതെന്താ ഊതടാ കയ്യിലെടുത്തിട്ട്. ഇത്രയും ചൂടൊക്കെ നിങ്ങൾ കഴിക്കുവോ? കഴിച്ചാ? അടിപൊളി. ഒന്നും ഇട്ടിട്ടില്ല, ആ ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. വെളുത്തുള്ളി ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ട്. ഇനി വേണം കുരുമുളക് ഇടാൻ. ഉപ്പൊക്കെ ഉണ്ടല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ സാധനം. കുരുമുളക് അധികം ഇടണോ വേണ്ടെന്ന് നോക്കാനായിട്ട് കാണിക്കേ. കുരുമുളക് ഇട്ടഞ്ഞാൽ ടേസ്റ്റ് വരുമോ ഇല്ലയോ നോക്കാനാ. കൂടുതൽ ഇട്ടഞ്ഞാ കാണിക്കേ. പക്ഷെ കുരുമുളക് ഞാൻ ഇടും. ഓക്കെയാണ്. കുരുമുളക് ഇട്ടപ്പോ ഇത്തിരി എരിവ്. മറ്റേത് സോൾട്ടി ബട്ടറി. അങ്ങനെ. അപ്പൊ ഇടട്ടെ. കുറച്ചുകൂടി രുചി ഉണ്ടായിരുന്നു. രുചി മീൻസ് ടേസ്റ്റ്. ഇത് ടേസ്റ്റ് ഇല്ലാന്നല്ല, കുറച്ചുകൂടി ഇങ്ങനെ സ്വീറ്റ് ആയിട്ട് തോന്നുന്നു. നിങ്ങൾ നശിപ്പിക്കും, ഞാൻ നോക്കി പറഞ്ഞോളാം. ഇത് കൊള്ളാം അല്ലേ? രണ്ടും നല്ല ഒരു മാറ്റ് കണക്കുണ്ട് കാണാൻ. കാരണം ഇതിലൊന്നുമില്ല, വെറും ഉപ്പ് വെളുത്തുള്ളി മാത്രമേ ഉള്ളൂ. ചേച്ചി ഉപ്പ് മാത്രമേ. ആ വെള്ളം ഇല്ലേ, ആ വെള്ളത്തിന് പോലും നമുക്കിനി മത്ത് പിടിക്കാൻ ടേസ്റ്റ് ഉണ്ട്. മനസ്സിലായാ? ചേച്ചി പണ്ട് കുക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പ്രൊഫഷണൽ കുക്കല്ലേ. പിന്നെ ചേച്ചിക്ക് കുക്കിംഗ് അറിഞ്ഞിടാത്തോണ്ട് ഞാൻ പഠിപ്പിച്ച് കൊടുത്ത് ഇപ്പൊ ചേച്ചിയെ കൊണ്ട് ഞാൻ കുക്ക് ചെയ്യിപ്പിക്കുന്നതാ. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ ഇത് തന്നെ ടേസ്റ്റ് ഉണ്ടല്ലോ, നമുക്ക് നാരങ്ങ വേണമെങ്കിൽ മാത്രം കഴിക്കുമ്പോ സ്ക്യൂസ് ചെയ്ത് കഴിക്കാം. അല്ല, ഞാൻ ചോദിക്കട്ടെ, നാരങ്ങയും ചെമ്മീനും ചേരൂലല്ലോ? അതൊക്കെ അതില് 1000-1 എന്ന് കേട്ടിട്ടുണ്ടാ? ഈ 1000 പേരിൽ ഒരാൾക്ക് മാത്രമേ അത് ചേരായിക ഉണ്ടാവുള്ളൂ. അത് അവരുടെ ഹോർമോൺ. ഇല്ല, നമ്മളൊന്നും ചത്തുമില്ല. അത് അവരുടെ ഹോർമോൺ പ്രശ്നങ്ങളാവാം, പല പല പ്രശ്നങ്ങളാവാം. അല്ലാണ്ട് അവരുടെ ശരീരത്തില് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നാരങ്ങയായിട്ടും ചെമ്മീനായിട്ടും ചേരായിക വരാം. അല്ലാണ്ട് എല്ലാവർക്കും അങ്ങനെ വരണം എന്നൊന്നുമില്ല. ഇപ്പൊ എന്താ പറയണ, ഇടണോ വേണ്ടയോ? നാരങ്ങ വേണ്ട, കുരുമുളക് ഇത്തിരി ഇട്ടോ അല്ലേ? അപ്പൊ ഇച്ചിരി ഇടാം. ഇത്തിരി മതി. അപ്പൊ ഒരു കാര്യം ചെയ്താലോ? എന്താ? ശ്യാമളാമ്മനെ പൊക്കിക്കൊണ്ട് നമ്മുടെ ടേബിളിന്റെ അവിടെ നിന്നോ. എനിക്കിപ്പോ അസിസ്റ്റന്റ് ഉണ്ട്, അതിൽ കുഴപ്പമില്ല. ഐ ഹാവ് ആൻ അസിസ്റ്റന്റ്. ഓക്കെ, സെറ്റ്. കഴിഞ്ഞോ? കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞു. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞ്?
അല്ല ഇത് സിമ്പിൾ പരിപാടിയാ. കഴിഞ്ഞു. Okay. Bye, അമ്മുക്കുട്ടി. ഞാൻ വിചാരിച്ചത് ഇപ്പൊ ഇങ്ങനെ പറയും. ഇതിലെന്താ ചേർത്തത്? തേങ്ങ ഉണ്ടോ? തേങ്ങയില്ല. അമ്മായി കണ്ടില്ലല്ലേ സംഭവങ്ങളൊന്നും? ഇതിലൊന്നുമില്ല. വെളുത്തുള്ളി, ഉപ്പ്, പിന്നെ ഞങ്ങള് ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് കുരുമുളക് ഇട്ടു. ഒരു എരിവ് വേണമല്ലോ. വലിയ എരിവില്ല അമ്മായി, പേടിക്കണ്ട. അതെ, വലിയ എരിവില്ല. കിരൺ ഇതിന്റെ തലയൊന്നും കഴിക്കില്ലെങ്കിൽ എനിക്ക് തന്നേക്കണം കേട്ടോ. ഓക്കേ. കളയാൻ ഞാൻ സമ്മതിക്കൂല. ഞാൻ കളയാറൊന്നുമില്ല ഫുഡ്. അമ്മ ഇങ്ങനെ തരട്ടെ? ഇറക്കിക്കോട്ടെ, നീ ഇപ്പൊ കഴിയും. നല്ല ടേസ്റ്റ് ഉണ്ട്. അഭിപ്രായം പറ, എങ്ങനെയുണ്ട്? ഞങ്ങൾ വായി കിടക്കണതേ ഉള്ളൂ, ചവച്ചിറക്കിക്കോട്ടെ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത്ര ഇൻഗ്രീഡിയൻസ് ഉള്ളുവെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. അത്രയും വെളുത്തുള്ളി ഉരിച്ചപ്പോ നീ എന്നെ പ്രാഗിയാ മാളൂ? ചെറുതായിട്ടല്ലേ? എനിക്കറിയാം അവളുടെ സ്വഭാവം. കണ്ടാ കിരൺ? അപ്പൊ ഇത്രയും ചെമ്മീൻ കിള്ളി എന്നെയോ? ഐ റെസ്പെക്ട് യു ഡാർലിംഗ്. അതുകൊണ്ട് ക്ഷമിച്ചാൻ. ഇത്രയും ചെമ്മീൻ കറിയാക്കിയ മോക്ക് എന്റെ അഭിവാദ്യങ്ങൾ. അഭിവാദ്യം എന്നാണ് പറയാൻ പോണേന്ന്. നാരങ്ങ ഒഴിക്കണ്ടേ ഇതിനകത്ത്? അതാ ഞാൻ എടുത്തോണ്ട് വന്ന. ആവശ്യം ഉണ്ടെങ്കിൽ ഒഴിച്ചു ചോദിച്ചോ. ഞാൻ ഒഴിക്കാം. പേടിയുണ്ടെങ്കിൽ കഴിക്കണ്ട. ഒരു ചോദ്യം ചോദിച്ചിപ്പോ എന്നോട്, നാരങ്ങയും ചെമ്മീനും തിന്നാൽ ചത്തുകൂലെന്ന്. നാരങ്ങ ഒഴിച്ചാൽ ടേസ്റ്റ് വേറെ ടേസ്റ്റ്. കുറച്ച് കഴിച്ചു നോക്ക്. ഇത് വലിയ ചെമ്മീനായിരിക്കണ്ടായിരുന്നു, പൊളിച്ചന. വേറെ ടേസ്റ്റ് അല്ലേ? ചെമ്മീൻ തട്ട. ഭയങ്കര ടേസ്റ്റ്. പണിയുണ്ടോ ചോദിച്ചു? പണിയില്ല. ചേട്ടാ, നീ ഇത് ചെമ്മീൻ വാങ്ങുമ്പോ ഇങ്ങനെ ആക്കിയാ അമ്മായിക്ക് ഇഷ്ടപ്പെട്ട്. എരിവില്ല, കുറച്ച് എരിവല്ലേ ഉള്ളു, ചെറിയ. ഒട്ടും എരിവില്ല. അല്ല, ഒരു പേരിന് കുരുമുളക് കിട്ടുന്നേ ഉള്ളൂ. എന്നെ അറിയാലോ അമ്മയ്ക്ക്, ഞാൻ കമത്തുന്നു അങ്ങോട്ട്. കിരൺ, ഈ തലയൊക്കെ ഞാൻ എടുത്തോട്ടെ? എടുത്തോ. എന്റെ ചെമ്മീൻ എടുത്ത് കഴിച്ചോ. ഓക്കേ. എന്തോരം തലയാ നോക്ക്. എന്റെ ഫേവറേറ്റ് സാധനമോ തല. അതെ, മൊത്തം എനിക്ക് കിട്ടുമെന്ന്. ചെമ്മീൻ എടുത്തോ, ഞാൻ തല എടുത്തോളാം. ആഹാ, തലേന്ന് ആ മാംസം മറ്റേ മജ്ജ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോ എന്തോരം ടേസ്റ്റ് ഉണ്ടായില്ലേ? ചേച്ചി അമ്മായിനെ മറന്ന്. ചേച്ചി അമ്മായിക്ക് വാരി കൊടുത്തില്ല. അമ്മായി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പാടില്ലേ? ഏഷണി തന്നതാ അമ്മായി. അതെ, അവനെ ഒന്ന് ഏഷണി തന്നതാ. അത്ര വാരി തന്നിട്ട് എന്നെ തന്നെ സാധിക്കണോട്ടാ. ഇനി എനിക്ക് മരിച്ചാലും വേണ്ടില്ല. എൻ്റെ 2 കൊച്ചു മക്കളും എനിക്ക് 2 സൈഡിൽ നിന്നും ഭക്ഷണം വാരി തന്നില്ലേ. ഒരുപാട് ഇത് ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്നതാണ്. ഒരുപാട് വർഷം ഇങ്ങനെ മാളൂനും കിരണും ഒക്കെ അമ്മായിക്ക് വരുത്തരാൻ പറ്റട്ടെ അല്ലേ മാളു? അതെ.